സോ നിങ്ങൾക്കറിയാമോ നമ്മുടെ നറൂട്ടോ സീരീസിൽ എത്ര ക്യാരക്ടേഴ്സ് ആണ് സെൻസൈ ഇല്ലാതെ തന്നെ സ്ട്രോങ്ങർ ആയി മാറിയതെന്ന്? ആൻഡ് ഈ ലിസ്റ്റിൽ ലാസ്റ്റുള്ള ക്യാരക്ടർ വന്ന് സെൻസൈ ഇല്ലാതെ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയി മാറിയ ജീനിയസ് ആണ്. സോ വരും അപ്പോൾ നമുക്ക് നോക്കാം അതാരൊക്കെയാണെന്ന്. നമ്പർ 3 ഇറ്റാച്ചി ആൻഡ് ഷിസുയി. ഇവർ രണ്ടുപേരും ബോൺ ജീനിയസ് ആണ്. ഇറ്റാച്ചി ആൻഡ് ഷിസുയി സെൻസൈ ഇല്ലാതെ തന്നെ പരസ്പരം ട്രെയിൻ ചെയ്തുകൊണ്ടാണ് സ്ട്രോങ്ങർ ആയി മാറിയത്. ഇവിടെ ഷിസുയി ചിഹ തന്റെ 8ാം വയസ്സിൽ തന്നെ മാങ്കിക്കോ ഷാരിങ്ങിനെ എവേക്കൻ ചെയ്തു. ആൻഡ് ഈവൻ നമ്മുടെ ഇറ്റാച്ചിക്ക് അക്കാഡമിയിൽ ഒരു സെൻസൈ ഉണ്ടായിരുന്നുവെങ്കിലും അയാൾ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. സോ ഇതുകൊണ്ട് നമ്മുടെ ഇറ്റാച്ചി ഷിസുയിയോടൊപ്പം ട്രെയിൻ ചെയ്തു. നമ്പർ 2 മാദര ആൻഡ് ഹാഷിരാമ. ഇവർ രണ്ടുപേരും വാറിംഗ് സ്റ്റാറ്റസ് എറയിൽ നിന്നുള്ളവരാണ്. അതായത് ഇവർ ജനിച്ച ടൈമിൽ വില്ലേജസും ഇല്ല, അതുപോലെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുവാൻ മാസ്റ്റേഴ്സും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഈ രണ്ട് ക്യാരക്ടേഴ്സും അവരുടെ എറയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയി മാറി. ആൻഡ് ഫൈനലി നമ്പർ 1 ടോബിരാമ സെഞ്ചു ആണ്. ഗോഡ് ഓഫ് ജുട്സു ആയ നമ്മുടെ ടോബിരാമ സെഞ്ചു കൊനോഹ വില്ലേജിന്റെ ജീനിയസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ടോബിരാമ സെൻസൈ ഇല്ലാതെ തന്നെ നിരവധി ജുട്സൂസ് ആൻഡ് ഫോർബിഡൻ ജുട്സൂസിനെ ഇൻവെന്റ് ചെയ്തു. ആൻഡ് അതിൽ മിക്ക ജുട്സുവും ക്രിയേറ്റ് ചെയ്തത് തന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലാനെതിരെ യൂസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു.